വർഷങ്ങളോളം കൊയിലിയിൽ താമസിച്ചിരുന്ന കലാകാരൻ തോമായെ, അമ്മാവൻ തോമായെ, തോമസ് തടത്തിലിനെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒന്ന് കണ്ടു. നിങ്ങൾ എഴുത്തൊക്കെ മതിയാക്കിയ പൂർണ്ണമായിട്ടും? അയ്യോ, ഞാനില്ല. എത്ര കഥ പ്രസിദ്ധീകരിച്ചാൽ പറഞ്ഞു? സത്യം പറഞ്ഞാൽ അല്ല, അന്ന് എത്ര വീക്കിലിൽ കുറേ വന്നിട്ടില്ലേ? മനോരമയിലേക്കാ വന്നില്ലേ? ഏതൊക്കെ വന്നത്? എൻ്റെ ആദ്യത്തെ കഥ മാധവൻ രാജക്കൂരോ. മാധവൻ രാജക്കൂർ വേറൊരു മാസികയാണല്ലോ, മനോരമയുടെ മനോരമ തന്നെയുണ്ട്, പൈനൂരുണ്ട്. അല്ല, അത് ഭാഷാഭൂഷണി. മത്സരം നിരത്തുന്ന നോവലില്ലേ, നോവലെഴുതിച്ചിട്ട് ഏതോ ഒരു സ്ഥലക്കാർക്ക് കൊണ്ട് കൊടുത്തു. പുതിയെടുത്ത് ചെന്നപ്പോഴല്ലോ അവളെ പറഞ്ഞു, ഇത് പുസ്തകം അവൾ നോവൽ ഞാൻ മേടിച്ചു നോക്കിയപ്പം അവർ കെട്ടിച്ച് നോക്കിയിട്ടില്ല. മാസികക്കാർ മത്സരം വെച്ചിട്ട് മാസികക്കാരൻ മത്സരത്തിൽ ഇത് കൊടുത്തപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടി 5000 രൂപ. അവരത് പ്രസിദ്ധീകരിച്ചു. അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ സിനിമാക്കാർ മത്സരം നെല്ലി സിനിമയാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വെക്കുന്നതല്ലോ. എന്നിട്ട് വയനാട്ടിലെ കർഷകരുടെ കഥയാണ്. അപ്പം ഇതിന് വേറെ വൈദ്യുതി വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നു. ഏതാന്ന് വെച്ചാൽ അങ്ങനത്തെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഇവിടെ 56 ഇത് സത്യസ്മാരകമായിട്ട് അവരുടെ ഇത് ഉണ്ടായിരുന്നു, സ്മരണീയ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അപ്പോൾ എനിക്കറിയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓർക്കുമായത് നിനക്ക് 2 ആൺപിള്ളേരല്ലേ ഉള്ളൂ? 2 ആൺപിള്ളേരേ ഉള്ളൂ, പെണ്ണില്ല. ഇപ്പം 2 പെൺപിള്ളേർ വന്നില്ലേ? 2 പെൺപിള്ളേർ വന്നില്ലേ? അമ്മാവൻ ഇപ്പോഴത്തെ രക്ഷകൻ. ഇപ്പോഴത്തെ രക്ഷകൻ ശരിയായ പേര് പറഞ്ഞ്? മനോജ്. ഒപ്പം ഭവനം അല്ലേ? ഭവനം ഫുഡ്സിന്റെ മുതലാളി. സന്തോഷം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട